ഇന്നത്തെ ഈ ഒരു ഡിസൈൻ എങ്ങനെ വരക്കാൻ നോക്കിയല്ലോ. ആ ഫ്ലവറിന്റെ ബേസ് ആയിട്ട് ഇതേപോലെ ലൈറ്റ് ആയിട്ട് വട്ടത്തിൽ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിന്റെ ചുറ്റിലും ഇതേപോലെ ഷേപ്പിലുള്ള പെറ്റൽസ് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ വരച്ച ആ ഒരു വട്ടല്ലേ അതിന്റെ ഉള്ളിൽ ഇതേപോലെ ചെറിയ ചെറിയ സർക്കിൾസ് വരച്ചു. അതിനുശേഷം ആ ഫ്ലവറിന്റെ പെറ്റൽസിന്റെ ഉള്ളൊക്കെ ഇതേപോലെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ പെറ്റൽസ് ഒക്കെ ഒന്ന് ബോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ആ ഫ്ലവറിന് ചുറ്റിലും ഇതേപോലെ സ്പൈറൽ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് കൊടുത്തിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ഡിസൈൻ വരക്കൽ ഇത്രയൊക്കെ ആകുമ്പോൾ ഇതേപോലെ ഒരു ഷേപ്പിൽ താഴേക്ക് ഇങ്ങനെ ഒരു വീന്റെ ഒക്കെ ഒരു ഷേപ്പിൽ കേർവ്ഡ് ലൈന് രണ്ട് സൈഡൊന്നും ഇങ്ങനെ കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് വേണം പിന്നെ നമ്മൾ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരക്കാൻ വേണ്ടി. അങ്ങനെ ഫ്ലവറിന് ചുറ്റിലും ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരച്ചതിന് ശേഷം ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരും. അവിടെ ഈ ഒരു എന്താ പറയുക ഒരു ഇലന്റെ ഒക്കെ ഒരു ഷേപ്പ് കൊടുത്തിട്ട് അടിയത്തെ ആ ഒരു ലൈന് ബോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉള്ളിൽ ഇതേപോലെ ലീവ്സ് വരച്ചു കൊടുക്കുക. പിന്നെ സൈഡിക്ക് ഇതേപോലെ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അങ്ങനെ ഈ ഒരു ഫിംഗറിൽ മൊത്തം ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വെച്ചിട്ട് ആ ഒരു സൈഡ് അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കുക. ഇനി അതിന്റെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ആദ്യം വരച്ചിട്ടുള്ള ഒരു ഫ്ലവറിന്റെ മറ്റേ സൈഡില്ലേ അവിടെ വരച്ചിട്ടുള്ള അതേ എലമെന്റ്സ് തന്നെയാണ് കേട്ടോ ഇവിടെയും വരയ്ക്കുന്നത്. അപ്പൊ ഈ ഒരു ഡിസൈൻ കൊണ്ടുവന്നത് നമ്മുടെ ഏറ്റവും ചെറിയ ഫിംഗർ. പിന്നെ താഴെ കുറച്ച് സ്പേസ് ഇതേപോലെ വിടാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ താഴെ വരച്ചിട്ടുള്ള അതൊന്നും കൂടെ ഒന്ന് കാണുന്ന രീതിക്ക് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിന്റെ ഉള്ളിൽ ഇതേപോലെ ചെറിയ ഗ്രിഡ്സ് വരക്കാം. ഇനി ആ ലൈൻസ് ഒക്കെ ടച്ച് ചെയ്യുന്ന ഓരോ ഭാഗത്ത് ഇതേപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വരച്ചിട്ടുള്ള ഒരു കേർവ്ഡ് ലൈനും ഇതേപോലെ ലീവ്സ് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു ഡിസൈനിന്റെ ഫൈനൽ ഔട്ട് ഇതാണ് കേട്ടോ.